നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മരണശേഷം പോലും നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ ഒരു അനുഭവം, കുറച്ച് ദിവസം മുന്നേ ക്ലിനിക്കില് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് വന്നു. അപ്പോൾ ഓൾറെഡി ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഡോക്ടറാണ്, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. അപ്പൊ അയാൾക്ക് കുറെ ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയാളെ നമ്മൾ ചികിത്സക്ക് വേണ്ടി എടുത്തു. അങ്ങനെ ചികിത്സക്ക് വേണ്ടി എടുത്തിട്ട് അയാൾക്ക് വേണ്ട തെറാപ്പികളും മെഡിറ്റേഷൻസുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി കിടത്തി. അദ്ദേഹത്തിനെ കൊണ്ടുപോയി കിടത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? പറഞ്ഞില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഭർത്താവ് ഡോക്ടറാണ്, മക്കളൊക്കെ ഡോക്ടർമാരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെന്താ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലേ എന്ന് വീണ്ടും ചോദിച്ചപ്പോ ആ സഹോദരി എന്നോട് പറയാണ്, ഞാന് എന്നെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന സമയത്ത് നല്ല വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ ആയിരുന്നു, തുടർന്ന് പഠിക്കണം, ഡോക്ടറാവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മായിമ്മ സമ്മതിച്ചില്ല, ഭർത്താവിന്റെ ഉമ്മ സമ്മതിച്ചില്ല. സംഗതി ഇപ്പൊ പാവം ആ സ്ത്രീ മരിച്ചു പോയിട്ടോ, എന്റെ ഭർത്താവിന്റെ അമ്മ മരിച്ചു പോയിക്കണ്, നമ്മൾ പറയാൻ പാടില്ല. എന്നാലും അവരുടെ ഒരു വാശി കാരണമാണ് എനിക്ക് ജോലിയൊന്നും കിട്ടാഞ്ഞതും എനിക്ക് പഠിക്കാൻ പറ്റാഞ്ഞതും. എന്നിട്ട് മറക്കാൻ പറ്റാത്ത കുത്തുവാക്കുകളോട് കൂടിയിട്ട് ആ സ്ത്രീ എന്നോട് പറയാണ്, പക്ഷേ ആ സ്ത്രീയുടെ മക്കളൊക്കെ, പെൺകുട്ടികളൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കണം, ഈ മരിച്ചുപോയ ഈ അമ്മായിയമ്മയുടെ മക്കളൊക്കെ ഡോക്ടേഴ്സ് ആണ്, എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോ എന്റെ അടുത്ത് വന്ന ഈ സ്ത്രീയുടെ മനസ്സ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നല്ല പ്രായമുണ്ട് എന്റെ അടുത്ത് വന്ന ഈ ഭാര്യക്കും ഭർത്താവിനും. പക്ഷെ അവരുടെ ഉള്ളിൽ അപ്പോഴും ആ ഒരു എന്താ പറയാ, ഒരു പക തീരാതെ കിടക്കുന്നുണ്ട്. അവരങ്ങനെയൊക്കെ മരിച്ചു പോയില്ലേ അമ്മായിമ്മഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല, പാവല്ലേ എന്ന് പറയുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ ആ ഒരു രോക്ഷം എനിക്ക് കാണാൻ പറ്റി. എന്ത്, അവരുടെ മക്കളൊക്കെ, പെൺകുട്ടികളൊക്കെ നല്ല ഡോക്ടർമാരും എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പൊ നമ്മളെ കെട്ടിക്കൊടുന്നതല്ലേ. ഈ ഒരു സംഭവം ഇപ്പൊ അടുത്ത ദിവസം എന്റെ മുന്നിൽ ഉണ്ടായപ്പോ ഇത് നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നിയത്, മരിച്ചുപോയി ആ സ്ത്രീ, അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചുപോയി. പക്ഷെ എന്ത് കാര്യമാണ് ആ ഒരു സഹോദരിയുടെ പഠനം മുടക്കിയത് കൊണ്ട് ആ ഒരു സ്ത്രീക്ക് അമ്മായിമ്മക്ക് കിട്ടിയത്? എന്നാൽ അവരുടെ മക്കളെയൊക്കെ എന്ത് ചെയ്തു? അവർ വിവാഹത്തിന് മുന്നേയും ശേഷം ഒക്കെ പഠിപ്പിച്ച് ഡോക്ടേഴ്സ്, എഞ്ചിനീയറൊക്കെ ആക്കി. തന്റെ മകൻ കല്യാണം കഴിഞ്ഞ് കൊടുന്നു വന്ന, വിവാഹം ചെയ്ത് കൊടുന്ന ആ ഒരു സ്ത്രീയെ പഠിപ്പിക്കാനോ ജോലിക്ക് വിടാനോ തയ്യാറല്ല. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയണം, എന്റെ ഭർത്താവ് എന്നോട് പഠിക്കാൻ പോകാനൊക്കെ പറഞ്ഞതാണ്, പിന്നെ അമ്മ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ ഇനിയിപ്പോ കുടുംബത്തിന് വിഷയം ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ പോണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നി കുടുംബം നശിപ്പിക്കണ്ട എന്നുള്ളത്. സംഗതി കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ആ സ്ത്രീ ജോലിക്കൊക്കെ പോവാതെ അല്ലെങ്കിൽ പഠിക്കാതെ ഇന്ന് മക്കളെയൊക്കെ പഠിപ്പിച്ച് ഡോക്ടേഴ്സ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ നീറുന്ന ആ ഒരു പ്രതികാരമുണ്ട്. എന്റെ പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ അനുഭവം നിങ്ങളുടെ മരുമക്കൾക്ക് കൊടുക്കണം എന്നുള്ളൊരു വാശി ഉണ്ടല്ലോ, നിങ്ങളെ നശിപ്പിക്കുകയും മരുമക്കൾക്ക് മുമ്പിൽ നിങ്ങൾ മഹാപിശാചായിട്ടാണ് ജീവിക്കുന്നുണ്ടായിരിക്കുക. എന്ത് കാരണമുണ്ട്? പലപ്പോഴും വിവാഹം കഴിഞ്ഞിട്ട് സ്വർണം കുറഞ്ഞതിന്റെ പേരിൽ അമ്മായിമ്മമാര് കച്ചറുണ്ടാക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആ സ്വർണ്ണം നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്? എത്ര സ്വർണം കൊടുത്താലും നിങ്ങളുടെ മകനാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ അവൻ പണയം വെച്ച് കേടുകൊടുത്തു. എന്നിട്ട് ഈ പാവപ്പെട്ട മക്കളെ ഇടങ്ങറാക്കിയിട്ട് എന്ത് കാര്യമാണ്? നിങ്ങള് സ്വന്തം വാപ്പാനെയും ഉമ്മാനെയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ട്. അപ്പൊ അവരെ മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ, സ്വന്തം മകളെക്കാൾ സ്നേഹത്തോടു കൂടി നിങ്ങൾ വളർത്താൻ തയ്യാറാവണം. അതല്ലാതെ പക വീട്ടുവാനും അല്ലെ ബംഗാളികളെ പോലെ പണിക്ക് നിർത്താനുമാണ് നിങ്ങൾ തയ്യാറാവുന്നത് എങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മരിച്ചു പോയാൽ നിങ്ങളെ കുറിച്ചിട്ട് മഹാമോശം ചിന്തയായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല്ല. മാത്രമല്ല, നിങ്ങളൊരു ഭീകരവാദി പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ കുട്ടികൾ വളരെ മോശമായിട്ടായിരിക്കും സംസാരിക്കുക. പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് കേസുകൾ എന്നോട് പറയാറുണ്ട്, സാറേ ഭർത്താവിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ ഭർത്താവിന്റെ ഉമ്മ വല്ലാത്തൊരു സാധനമാണ്, ഒരു മനസ്സമാധാനം തരുള്ളിൽ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും. ഇങ്ങനെ കുടുംബാന്തരീക്ഷം നശിപ്പിക്കുമ്പോൾ എന്തൊരു സുഖമാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്നത്. പലപ്പോഴും മരുമക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ഉമ്മയെയും മകനെയും പിണക്കിക്കൊണ്ട് വാടക വീട്ടിലൊക്കെ പോയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് വേറെ വിഷയം, അത് പോട്ടെ. ഞാൻ പറയുന്നത് നല്ല തന്റേടത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്ന ആ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഇടങ്ങറാക്കിയിട്ട്, അത് സ്വന്തം ഉപ്പാനും ഉമ്മാനേക്കും ഒഴിവാക്കിയിട്ട് അവര് വീട് വിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിക്കാൻ, നിങ്ങളുടെ ഭർത്താവിന്റെ നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട്. അപ്പൊ ആ കുട്ടിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതെ ഞാനൊരു അമ്മായിമ്മ എന്നുള്ള അഹങ്കാരത്തിന് നടന്നിട്ട് എന്തോ അലക്കെ കിട്ടണത്?
വല്ല കാര്യമുണ്ടാ? നേരെ മറിച്ച് മകളെ പോലെ ആ കുട്ടിയെ സ്നേഹിച്ച് കൂടെ നിർത്തിയൊക്കെ ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് പോയാലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും, വേഗം വരും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എവിടെയും സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരുന്നതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്നുള്ളത്. സ്നേഹം കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ഭരിക്കാൻ വേണ്ടി നടന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അപകടങ്ങളിൽ പോലും അവർ സന്തോഷിക്കും. പറഞ്ഞിട്ടുണ്ട് പല കുട്ടികളും, ഓ സാറേ കാല് മുറിഞ്ഞ് കെടുക്കുകയാണ് ഇപ്പൊ തള്ള, അതുകൊണ്ട് ഭയങ്കര സമാധാനം. മറ്റേത് അടുക്കളയിൽ വന്നിട്ട് കെടുക്കണ റൂമിന്റെ ഡോറടക്കം സമ്മതിക്കാത്ത അമ്മായിമ്മമാരെന്ന് പറഞ്ഞ എന്താണോ ലോകം? കിടക്കുന്ന റൂമിന്റെ ഡോറടക്കാൻ സമ്മതിക്കാത്ത അമ്മായിമ്മമാര്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഉമ്മാനെ വിട്ടു പിരിയാത്ത കുറെ മക്കളുണ്ട്. രാത്രി 11-12 മണി വരെ ഉമ്മാനെ ഇട്ടിന്ന് വർത്താനം പറയാൻ, എന്നിട്ട് ഭാര്യ ഉറങ്ങിയതിനു ശേഷം അവിടെ ചെല്ലുക, എന്നിട്ട് ഇജ്ജ് നേരത്തെ ഉറങ്ങി എന്ന് പറഞ്ഞ് ചൂടാവുക. ഒന്നല്ലെങ്കിൽ തള്ളക്ക് ബോധം വേണം, അല്ലെങ്കിൽ മകൻക്ക് ബോധം വേണം. ഇതെന്താണെന്ന് ഇതൊക്കെ ചെറിയ മാനസിക പ്രശ്നങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നമ്മളാണ് സൃഷ്ടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട്, പഠന വൈകല്യങ്ങളൊക്കെ. അതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ മക്കള്, നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ കൊണ്ട് കൊണ്ടുവരുമ്പോൾ, അതായത് അവരുടെ ഭാര്യമാർക്ക് നമ്മൾ അമ്മോഷനാവട്ടെ, അമ്മായിമ്മ ആവട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് ആവട്ടെ മനസ്സമാധാനം കൊടുത്തിട്ടില്ല എങ്കിൽ ശാരീരികമായ ബന്ധങ്ങൾക്ക് ശേഷം അവർക്ക് അവരുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുന്ന ബീജമൊക്കെ വളരുന്നത് അസ്വസ്ഥമായിട്ടാണ്. ആ കുട്ടികൾക്കുള്ള വൈകല്യങ്ങളും അസ്വസ്ഥതയും ഒക്കെ നമ്മൾ കാണേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അമ്മായിമ്മ എന്നുള്ള അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനെ എനിക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊന്നും അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മാനെയൊക്കെ പിണക്കുന്ന മരുമക്കളും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജീവിതം കുറച്ചേ ഉള്ളൂ, അതിങ്ങനെ അസ്വസ്ഥമാക്കിയിട്ട് വീണ്ടും കുറവാക്കാതെ സ്നേഹവും സൗന്ദര്യവും സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പോവേണ്ടത്. അതിനൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മരുമക്കളോടും പ്രത്യേകിച്ചിട്ട് അമ്മായി അമ്മ എന്ന് പറയുന്ന സാധനത്തിനോടും 90% കുടുംബ ജീവിതങ്ങൾ കുഴപ്പമാക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഒരു കുഴപ്പമില്ല, ഭർത്താവിന്റെ വാപ്പാക്കോ അല്ലെങ്കിൽ അച്ഛനൊക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന റോളിൽ ഇരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്, വെറുതെ പിശാചിന്റെ കോലും കെട്ടിയിട്ടുള്ള കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ പക്വത കാണിക്കണം, തന്റെ ഇടം കാണിക്കണം. നല്ല ഒരുപാട് ഉമ്മമാരുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, സോറി, നിങ്ങളല്ല പറയുന്നത്. നേരെ മറിച്ചിട്ട് കുടുംബജീവിതത്തിന്റെ സമാധാനം കളയുന്ന ആൺഭരണമല്ല പെൺഭരണമുള്ള കുറെ വീടുകളുണ്ട്. പെൺഭരണങ്ങളാണ് കൂടുതൽ അവിടെ നടക്കുന്നത്. അങ്ങനെ പെൺഭരണം കൊടുക്കുന്ന വീടുകളിലൊക്കെ മരുമക്കൾ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഭർത്താവിന് ഒരു സ്ഥാനം ഉണ്ടാവില്ല, ഭർത്താവിന്റെ വാപ്പാക്കും സ്ഥാനം ഉണ്ടാവില്ല. ഈ ഉമ്മ കയറി നിറങ്ങി ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടൊരു പിശാചിന്റെ ആലയായിട്ട് ആ കുടുംബം മുന്നോട്ട് പോകും. അവസാനം അതിൽ ജനിക്കുന്ന മക്കളും പിശാചിന്റെ മക്കളായിട്ട് മാറും. അങ്ങനെ ഒരു വെടക്ക് ഫാമിലി ആവാതെ സന്തോഷവും സമാധാനവും സ്നേഹവും വിട്ടുവീഴ്ചയുള്ള മക്കളെയും അതുപോലെ തന്നെ മരുമക്കളെയും ഒക്കെ നമുക്ക് കാണണമെങ്കിൽ ഒന്ന് മനുഷ്യത്വം കാണിക്കുക. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഒട്ടനവധി കേസുകൾ നമ്മുടെ ക്ലിനിക്കിൽ ഡയലി കൗൺസിലിംഗിൽ വരുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. എന്നിട്ട് പലപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ അമ്മായിമ്മക്ക് വിളിക്കും, എന്താണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഈ കുട്ടി മാനസികമായി തളർന്നിട്ട് നിങ്ങൾ കൗൺസിലിംഗിന് പറഞ്ഞേക്കുമ്പോൾ നിങ്ങളാണല്ലോ കാരണക്കാരി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുള്ളൂ. ഞങ്ങളുടെ തറവാടിന്റെ മഹത്വം വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. എന്ത് തറവാടിന്റെ മഹത്വം? 10-11 മണി വരെ രാത്രി ബൈറ്റ് ചെയ്തിരിക്കുക, ആണുങ്ങളെ ജോലി കഴിഞ്ഞ് വരുന്നവർ ചോറ് കൂടി കഴിക്കാതെ. ഉച്ചക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ പലപ്പോഴും ആണുങ്ങൾ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കുക. ഇതൊക്കെ തറവാട് മഹത്വം? അങ്ങനൊന്നും ഒരു സിസ്റ്റം എവിടെ ഇല്ലല്ലോ. തറവാട് മഹത്വത്തിലും ഇല്ല, അതുപോലെ തന്നെ മതത്തിലും ഇല്ല, എവിടെ ഇല്ല. വെറുതെ ഉണ്ടാക്കുന്ന കോപ്പില് തറവാട് അതൊക്കെ. അങ്ങനൊന്നും ഇല്ല. വിശക്കുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് അവർ ഭർത്താക്കന്മാരെ സ്വീകരിച്ച് ഭക്ഷണം കൊടുക്കട്ടെ. അതല്ലാതെ വിശക്കുന്ന മനസ്സ് അവിടെ ഇട്ടിട്ട് ശരീരം അവിടെ ഇട്ടിട്ട് ഇവർക്ക് വേണ്ടി പണ്ടാരടങ്ങി ഇടങ്ങറായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. ഇതൊക്കെ തറവാട് മഹത്വം? സോറി, ഇതൊന്നും തറവാട് മഹത്വമല്ല. അധികമായെങ്കിലും സംസാരം ഓവറായെങ്കിലും ക്ഷമിച്ചാളി, അല്ലെങ്കിൽ സഹിച്ചാളി. ഒന്നും പറയാനില്ല, ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരികയാണ്. എന്റെ കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആരാണെങ്കിലും സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്. അതല്ലെങ്കിൽ നമ്മളൊരു കൊരങ്ങായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ഓക്കെ, സോറി, തൽക്കാലം ഇവിടെ പറയുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ നിസാമി. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തോളി. മരിക്കളെ ഏതെങ്കിലും അമ്മായിമ്മമാരെ കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാകും. അസ്സലാമു അലൈക്കും.